നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെയും അന്തകനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് 10,000 ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ലേബർ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KHK സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ വെസ്റ്റ് വിനീസിയ 2025 ആലപ്പുഴയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KC വേണുഗോപാൽ MP സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കാർ നിയന്ത്രണം വിട്ട് പമ്പാ നദിയുടെ തിട്ടയിലേക്ക് മറിഞ്ഞു. ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് കാറിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തലവടി പഞ്ചായത്ത് 8-ാം വാർഡിലാണ് സംഭവം. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെയും അന്തകനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മകളെയും ഭാര്യയെയും അപ്പുറത്ത് ഇതിനെ പ്രായശ്ചിത്തത്തിന് പറഞ്ഞയച്ചിട്ട് കാര്യമില്ല. കാരണം ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്, പ്രളയം വന്നപ്പോ ആ പ്രളയത്തിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കവർന്നെടുത്തു. അവരുടെ സ്വത്തുവീതങ്ങൾ നിങ്ങൾ അടിച്ചുമാറ്റി. ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന്റെ മുഖത്തും നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തുവകകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചുവെങ്കിൽ അവസാനം ഇപ്പോ അയ്യപ്പൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഒരു സൂചന നൽകിയിരിക്കുകയാണ്. എന്താ സൂചന എന്നറിയുമോ? രാജ്യം മുഴുവൻ പുരാതനമായ വിഗ്രഹങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോ കാണാതായി എന്നും. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെയും അന്തകനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സ്വാമി അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പിണറായി വിജയൻ മോഷ്ടിച്ചത് ദേവന്റെ സ്വർണമാണ്. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അന്വേഷണം വേണം. ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വത്ത് കവരുന്നത് CBI അന്വേഷിക്കണം. നേരത്തെ കോൺഗ്രസ് രാജ്യത്തെ ക്ഷേത്രങ്ങളിലെ സ്വത്ത് കൊള്ളയടിച്ചു. അവർക്ക് പിണറായി വിജയന്റെ കൊള്ളയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അതിനപ്പുറത്തെ തമ്പുരാനായാലും പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല. പിണറായി വിജയനെ ജനങ്ങൾ പൊന്നുണ്ണി വിജയൻ എന്നാണ് വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം നടത്തിയത്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും സ്വത്ത് സംരക്ഷിക്കാൻ വിശ്വാസികൾക്കറിയാമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJP നേതാക്കളായ സന്ദീപ് വാചസ്പതി, MV ഗോപകുമാർ, PK ബിനോയ്, N ഹരി, അരുൺ അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. BJP പ്രവർത്തകർ ബാരിക്കേഡ് തകർത്തകത്ത് കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് 10,000 ഉയർത്തിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നിലവിലുള്ള 1000 രൂപ ഫീസ് 10,000 രൂപയാക്കി ഉയർത്തിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഭാരതീയ മസ്ദൂർ സംഘ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ലേബർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഭാരതീയ മസ്ദൂർ സംഘ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് N ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. BMS സംസ്ഥാന സമിതി അംഗം B രാജശേഖരൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. BMS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി G ഗോപകുമാർ, BMS സംസ്ഥാന സമിതി അംഗം ബിനീഷ് ബോയ്, C ഗോപകുമാർ, K സദാശിവൻ പിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജയേഷ് ജയറാം, J മനോജ്, R പ്രവീൺ, ജില്ലാ സമിതി അംഗം PB പുരുഷോത്തമൻ, ആലപ്പുഴ മേഖലാ സെക്രട്ടറി V ഷിബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, തൊഴിലാളികളെ തൊഴിലാളികളെന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തണമെന്ന നിബന്ധന പിൻവലിക്കുക,
തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. വെറും കൊജ്ഞാണന്മാരാക്കരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ ആ തരത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ, ഭരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ വിവിധ നിയമനിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലും നിങ്ങൾ ബില്ല് കൊണ്ടുവന്നില്ലേ? ഓട്ടോറിക്ഷ മീറ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ബില്ല് കൊണ്ടുവന്നത്. പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തിനാണ് അവർ ഈ ദിനത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബില്ല് കൊണ്ടുവന്നു. അവസാനമായിട്ട് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാര് അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അവർക്ക് സർവീസ് നടത്താൻ അനുവാദം കൊടുക്കില്ല എന്ന തീരുമാനത്തിലെത്തിയില്ലേ നിങ്ങൾ? എന്ത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെ ക്രിമിനൽ സംഘങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ സംഘങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെയോ DYFഐയുടെയോ CIT-ന്റെയോ പ്രവർത്തകരായിരിക്കും. അല്ലാതെ കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളൊന്നും ക്രിമിനലുകളല്ല എന്ന് നിങ്ങൾ. KHK സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ വെസ്റ്റ് വിനീസിയ 2025 ആലപ്പുഴയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KC വേണുഗോപാൽ MP സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ MP അഡ്വക്കേറ്റ് ആരിഫ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ 107ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറായ വെസ്റ്റ് വിനീസിയ 2025 ഒക്ടോബർ 12 ഞായറാഴ്ച ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെമിനാറുകൾ എപ്പോഴും പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ മുതൽ, അതായത് ഒരു 25 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഡോക്ടർമാരെ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു സംഘടന IHK മാത്രമേ ഉള്ളൂ. അവർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടതായ ക്ലാസ്സുകളായാലും ക്ലിനിക്കൽ പ്രാക്ടീസിന് ആവശ്യമായ കാര്യങ്ങളായാലും അതുപോലെ അതാത് കാലങ്ങളിൽ ക്ലിനിക്കിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിയമവശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഓരോരോ സെഷനുകളായിട്ട് എപ്പോഴും സംഘടന ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഏറെ എല്ലാവരെക്കാളും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് IHK. അപ്പം നമ്മുടെ ഓരോ സെമിനാറുകളിലും ഏറ്റവും മികച്ച ഫാക്കൽറ്റികളെ, കേരളത്തിലുള്ളതും കേരളത്തിന് വെളിയിലുള്ളതുമായ ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ നയിക്കുന്നത്. ഇന്നത്തെ സെമിനാർ നടക്കുന്നത് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലാണ്. അവിടെ ഗസ്റ്റായിട്ട് ശ്രീ KC വേണുഗോപാൽ MPയും നമ്മുടെ MP ആരിഫ് MPയുമാണ്. ഉദരരോഗ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, ഡോക്ടർമാരുടെ ചികിത്സാ അനുഭവങ്ങൾ എന്നിവയിൽ നടക്കുന്ന സെമിനാർ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. മുൻ MP അഡ്വക്കേറ്റ് ആരിഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ MP ബാബു പാലക്കാട്, ഡോക്ടർ ദിലീപ് കുമാർ ചേർത്തല എന്നിവർ സെമിനാറിൽ ക്ലാസ് നയിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ ഡോക്ടർ ലിബിൻ ജോബ് അവതരിപ്പിക്കും. IHK സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കൊച്ചുറാണി വർഗീസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ മിനി ശ്യാം, സെമിനാർ കൺവീനർ ഡോക്ടർ അശ്വിൻ പണിക്കർ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ KL വിനീത എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാർ നിയന്ത്രണം വിട്ട് പമ്പാ നദിയുടെ തിട്ടയിലേക്ക് മറിഞ്ഞു. ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് കാറിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തലവടി പഞ്ചായത്ത് 8ാം വാർഡിലാണ് സംഭവം. ബൈക്കിടിച്ച കാർ നിയന്ത്രണം വിട്ട് പമ്പാ നദിയുടെ തിട്ടയിലേക്ക് ചരിഞ്ഞു. നദിയിലേക്ക് ചരിഞ്ഞ കാറിൽ നിന്നും ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് സാഹസികമായി പുറത്തെത്തിച്ചു. തലവടി പഞ്ചായത്ത് 8ാം വാർഡിൽ അമ്പാടി പഴിയിക്കൽ കടവിന് സമീപത്ത് വെച്ചാണ് അപകടം. തലവടി സ്വദേശിയായ ചിറപ്പറമ്പ് സനിൽകുമാർ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സാധനങ്ങൾ വാങ്ങാൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകും വഴി എതിരെ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാർ ആഴമേറിയ പമ്പാ നദിയുടെ തിട്ടയിലേക്ക് ചരിയുകയായിരുന്നു. അപ്പോൾ വടം ഉപയോഗിച്ച് കാർ മരത്തിൽ കെട്ടി നിർത്തിയ ശേഷമാണ് ഡ്രൈവറെ നാട്ടുകാർ പുറത്തിറക്കിയത്. പിന്നീട് തകഴിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ JCBയുടെ സഹായത്താൽ കാർ അവിടെ നിന്ന് മാറ്റി. ഇടിച്ച ബൈക്ക് നിർത്താതെ കടന്നുപോയതായും നാട്ടുകാർ ആരോപിച്ചു. നവംബർ 14 ശിശുദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ ജില്ലാ ശിശുക്ഷേമ സമിതി നടത്തുന്ന വിദ്യാർത്ഥികളുടെ പ്രസംഗ മത്സരം ഈ മാസം 23-ന് ജവഹർ ബാലഭവനിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. LP, UP, HSS എന്നീ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. LP വിഭാഗം 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിയായിരിക്കും കുട്ടികളുടെ പ്രധാനമന്ത്രിയെന്നും അധികൃതർ അറിയിച്ചു. കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 13, 14 എന്നിവ ഈ മാസം 10-ന് രാവിലെ 8 മണിക്കും വൈകിട്ട് 6 മണിക്കും 3 മണിക്കൂർ നേരം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. ഭാവി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പൊതുജനാഭിപ്രായം സമാഹരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന്റെ ഭാഗമായുള്ള പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് ഈ മാസം 10-ന് മുല്ലശ്ശേരി ഫാമിലി ഹാളിൽ നടക്കുമെന്ന്
ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. പ്രവാസി പരാതി പരിഹാര സമിതി യോഗം ചേർന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി അബ്രഹാമിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, പ്രവാസികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിന്റെയും അന്തകനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് 10,000 ഉയർത്തിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ലേബർ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KHK സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ വെസ്റ്റ് വിനീസിയ 2025 ആലപ്പുഴയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KC വേണുഗോപാൽ MP സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കാർ നിയന്ത്രണം വിട്ട് പമ്പാ നദിയുടെ തിട്ടയിലേക്ക് മറിഞ്ഞു. ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് കാറിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തലവടി പഞ്ചായത്ത് 8-ാം വാർഡിലാണ് സംഭവം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.